പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വീണ്ടും ഒരു നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി കടന്നു വരികയാണ്. 1 കൊരിന്ത്യൻസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ബൈബിള് എങ്ങനെയാണ് പറയുക? നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. 4 കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നമ്മുടെ മുൻപിൽ സെന്റ് പോൾ അവതരിപ്പിക്കുകയാണ്. പെസഹ കുഞ്ഞാട്, ക്രിസ്തു, ബലിയർപ്പണം. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം, അതിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു കടന്നുപോകൽ, പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിൻ്റെ രഹസ്യം, ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഗ്രഹമാവുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണം, ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലിയർപ്പണം, അതെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സകല മാനവരാശിക്കുമായി ഈ ലോകത്തിന് ദൈവം അതൊരുക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു സത്യത്തെ തിരിച്ചറിയുന്നിടത്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുക. സെന്റ് പോള് ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിനെ കൂട്ടിമുട്ടിയ സെന്റ് പോളിൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും, അതായത് ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയണ്ട എന്ന് സെന്റ് പോള് തീരുമാനിക്കുകയാണ്. നമ്മൾ 1 കൊരിന്ത്യൻസ് അതിൻ്റെ 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ ബൈബിൾ ഇങ്ങനെയാണ് പറയുക. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് കൊടുക്കുക: ക്രൂശിതനെ കുറിച്ചുള്ള സന്ദേശം. എന്നിട്ട് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ തുടങ്ങുകയാണ്: സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തിയത്, അതായത് ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല, തൻ്റെ പ്രത്യേകമായ കഴിവോ അങ്ങനെയുള്ള എന്തെങ്കിലും മേഖലകളിലൂടെയോ അല്ല ദൈവത്തെക്കുറിച്ച് സെന്റ് പോള് സംസാരിച്ചതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പുള്ളി വീണ്ടും 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിലും ഒരറിവുണ്ടാകണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. വീണ്ടും ഇതേ 1 കൊരിന്ത്യൻസ് സെന്റ് പോൾ വീണ്ടും പറയുകയാണ്. അതിൻ്റെ 1-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ. അതിനകത്ത് ഇങ്ങനെ പറയുന്നു: യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം ആവശ്യപ്പെടുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ശ്രദ്ധിക്കണം, യഹൂദർ അടയാളം ആവശ്യപ്പെട്ട് കടന്നു പോകുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഈ ലോകം മുഴുവൻ എന്തിനൊക്കെയോ പരതിക്കൊണ്ട് അടയാളവും അല്ലെങ്കിൽ വിജ്ഞാനവും ഒക്കെ തേടി കടന്നു പോകുമ്പോൾ സെന്റ് പോൾ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. 2 കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അറിയേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് മാത്രം, പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് മാത്രം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. അല്ലെങ്കിൽ ക്രൂശിതനായവനെ കുറിച്ച് മാത്രം സംസാരിക്കുകയും അല്ലെങ്കിൽ ക്രൂശിതനായവനെ കുറിച്ച് മാത്രം അറിയുകയും ചെയ്യുമ്പോൾ ഇതിനകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ഒരു ദൈവിക ജ്ഞാനമുണ്ട്. 1 കൊരിന്ത്യൻസ് 2-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഇത് രഹസ്യമാണ്, ഇത് നിഗൂഢമാണ്, ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ബൈബിൾ വ്യക്തമാക്കുകയാണ്, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും മഹത്വത്തിനായി,
യുഗങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇത് വളരെ നിഗൂഢമാണ്, ഇത് വളരെ രഹസ്യമാണ്, ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശു ആരെന്ന് കണ്ടെത്തുവാനുള്ള അകത്തുനിന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വീണ്ടും അതിന് താഴേക്ക് പറയുന്നു, 1 കൊരിന്ത്യൻസ് 2:8, ഈ ലോകത്തിൻ്റെ അധികാരികൾക്ക് ആർക്കും ഇത് ഗ്രഹിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ഇത് ദൈവികമായ ഒരു ജ്ഞാനമാണ്. ഇത് തിരിച്ചറിയാൻ ഈ ലോകത്തുള്ള ജ്ഞാനികളിൽ ആർക്കും, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾക്ക് സാധിച്ചില്ല. അത് സാധിച്ചിരുന്നുവെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഇതറിഞ്ഞില്ല. അതുകൊണ്ട് പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണം, കുരിശിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ജ്ഞാനം, ഇത് നമ്മൾ അറിയണം. ഇതറിയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഒരു കാരണം 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ വ്യക്തമാക്കുകയാണ്. അതായത് വളരെ കൃത്യതയോടുകൂടി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്നത്. എന്ന് വെച്ചാൽ ഏകജാതനെ സ്വർഗം ലോകത്തിലേക്ക് അയക്കുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ. എന്ന് വെച്ചാൽ നമുക്കെതിരെ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന, സാത്താനിക മണ്ഡലങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന സകല മേഖലകളെയും നശിപ്പിക്കുവാൻ. നമുക്ക് ദോഷകരമായി നിൽക്കുന്ന ക്യാൻസർ ആകാം, നമുക്ക് ദോഷകരമായി നിൽക്കുന്ന ചില സാമ്പത്തിക ബാധ്യതകളാകാം, അങ്ങനെ ഏതു വേണമെങ്കിൽ നമ്മൾ എടുത്തു വെച്ചോ. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ച് കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു എന്നും ബൈബിള് കൊളോസോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ വ്യക്തമാക്കുകയാണ്. എന്ന് വെച്ചാൽ ആധിപത്യങ്ങൾ, അധികാരങ്ങൾ അവൻ നിരായുധമാക്കി, അവയെ പരസ്യമായി കുരിശിൽ അവഹേളന പാത്രമാക്കി സാത്താൻ്റെ തലയെ തകർത്ത് കുരിശിൽ യേശുക്രിസ്തു തൻ്റെ രക്തം ചിന്തി വിജയം പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ! ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചതും ആ ലോകത്തിലേക്ക് കടന്നു വന്ന ഏകജാതൻ എന്താ പറയുക, സാത്താൻ്റെ സകല പ്രവൃത്തികളെയും, അത് നമുക്ക് ദോഷകരമായി നിന്ന പിശാചിൻ്റെ പ്രവൃത്തികളെയും അവർ നശിപ്പിച്ചതായി ബൈബിൾ വ്യക്തമാക്കുന്നു. അത് നമുക്ക് ദോഷകരമായി നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഐക്യമില്ലാത്ത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പലവിധമായ രോഗങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, നമ്മുടെ വ്യക്തി കുടുംബ ജീവിതങ്ങളിൽ അനുഗ്രഹമില്ലാതെ കടന്നു വരുന്ന സകല മേഖലകളും നമുക്കെതിരെ എന്താ പറയുന്നത്, സാത്താൻ ഒരുക്കി വെച്ച സകല പ്രവൃത്തികളും യേശു ക്രിസ്തു കാൽവരിയിൽ തകർത്തു. ഹല്ലേലൂയ! യേശു കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കുകയും അതുപോലെ തന്നെ നമുക്കെതിരെ സാത്താൻ ഒരുക്കി വെച്ച, പിശാച് ഒരുക്കി വെച്ച സകല പ്രവൃത്തികളെയും അവൻ ഇല്ലാതെയാക്കി. അതുകൊണ്ട് ഈ നോമ്പ് കാലമെന്ന് പറയുക അനുതാപത്തിൻ്റെയും ഒരു തിരിച്ചുവരവിൻ്റെയും കാലഘട്ടമാണ്. ഒരു സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നില്ല എങ്കിൽ, ഈ സത്യം, അതായത് ക്രിസ്തുവിൻ്റെ കുരിശുമരണം, അത് തിരിച്ചറിഞ്ഞ് തിരികെ വന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാവുകയില്ല. യേശു എന്നത് കഥയല്ല, കുരിശുമരണം എന്ന് പറയുന്നത് കഥയല്ല. പെട്ടെന്നൊരു ദിവസം യേശു വന്ന് കുരിശുമരണത്തിലൂടെ കടന്നു പോയതല്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശു ആരെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു പോകണം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടതൊരു മഹനീയ കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതായത് കുരിശു മരണം വരെ ദൈവമായിരുന്നവൻ മനുഷ്യാവതാരം ചെയ്ത് കുരിശുമരണം വരെ അവൻ്റെ ദൈവത്വത്തെ എന്താ പറയുന്നത്, ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ കടന്നു വന്നു. എന്തിനു വേണ്ടി? കുരിശുമരണം. കുരിശുമരണത്തിലൂടെ തന്നെ താഴ്ത്തി അനുസരണയുള്ളവനെ പോലെ പിതാവായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ പൂർത്തീകരണം. എന്ന് വെച്ചാൽ ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി. കുരിശുമരണത്തിന് വേണ്ടി മാത്രമായി സ്വർഗം തുറന്ന് യേശുക്രിസ്തു കടന്നു വരികയാണ്. ദൈവിക പദ്ധതി പൂർത്തിയാക്കിയ നിറവേറ്റിയ ഏകജാതനെ ദൈവം അത്യധികം ഉയർത്തിയതായിട്ട് ബൈബിൾ വീണ്ടും വ്യക്തമാക്കുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 9, 11 വാക്യങ്ങൾ, 9, 10, 11 വാക്യങ്ങൾ. ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി,
എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി. യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങുന്നതിനും യേശുക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിന് വേണ്ടിയാണ്. എല്ലാ മുട്ടും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ മടങ്ങണം. ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തിത്വങ്ങളും വിളിച്ചു പറയണം യേശു മാത്രം കർത്താവെന്ന്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇത് പറയുവാൻ നമുക്ക് പറ്റാതെ വരുന്നിടത്താണ് ജീവിതത്തിൽ അനുഗ്രഹമില്ലാത്ത മേഖലകൾ തുടങ്ങുക. വീണ്ടും സെന്റ് പോളിൻ്റെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണ്. 1 കൊരിന്ത്യൻസ് 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്നവർക്കോ ഇത് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി എത്രയെന്നാണ് ബൈബിൾ പറയുക. നമ്മൾ ദൈവത്തിൻ്റെ ഈ ഒരു കുരിശുമരണത്തിൻ്റെ ശക്തിയെ ഏറ്റെടുക്കുവാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി മാറുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ ഏറ്റെടുക്കാത്തതാണ് ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭോഷത്വമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ കുരിശുമരണമില്ലാതെ അനുഗ്രഹമില്ല. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരു അനുഗ്രഹത്തെ തരിക എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ലോക ചരിത്രത്തെ കിടുകിട വിറപ്പിച്ച മഹാരഥന്മാര് ധാരാളമുണ്ട്. ലോകത്തിൻ്റെ ഏകദേശം 70% പിടിച്ചടക്കിയ അലക്സാണ്ടർ ഉൾപ്പെടെ പലരും ജനിച്ച് മരിച്ച് കടന്നുപോയി. എന്നാൽ ഇവരിലെ ആരുടെയും ജനന സമയത്തോ മരണസമയത്തോ പ്രത്യേകമായ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനമെടുക്കാം, യേശുക്രിസ്തുവിൻ്റെ മരണമെടുക്കാം. യേശുവിൻ്റെ ജനന സമയത്തും യേശുവിൻ്റെ മരണത്തിൻ്റെ സമയത്തും പ്രത്യേകമായ സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ്. ചില സംഭവ വികാസങ്ങൾ ഭൂമിയിൽ നടക്കുകയാണ്. ഒരിടത്തും നടക്കാത്ത വിധത്തിലുള്ള ചില സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം എടുക്കാം. ഹെറോദോസ് യൂദയ ഭരിക്കുന്ന കാലഘട്ടം. ബെത്ലഹേമിൽ യേശുക്രിസ്തു ജനിക്കുന്ന ആ ഒരു സമയത്ത് ശിശുവിനെ കാണുവാനായി, അതായത് യഹൂദന്മാരുടെ രാജാവായി ജനിച്ച ശിശുവിനെ കാണുവാൻ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ കടന്നു വരികയാണ്. കിഴക്ക് നക്ഷത്രം ഉദിച്ച് യേശുവിനെ, ആ നക്ഷത്രത്തെ കണ്ട് യേശുവിനെ ആരാധിക്കുവാൻ 3 ജ്ഞാനികൾ കടന്നു വരുന്നു. ചരിത്രം വ്യക്തമാക്കുന്ന ആ 3 പേര്, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ശ്രദ്ധിച്ചോണം, 3 വ്യക്തിത്വങ്ങൾ കടന്നു വരികയാണ്. അതിലൊന്ന്, ഒരാളുടെ പേര് ഗാസ്പർ, രണ്ടാമത്തെ ആളുടെ പേര് ബെൽത്താസർ, മൂന്നാമത്തെ ആളുടെ പേര് മെൽക്കിയോർ. യേശുവിനെ കുമ്പിട്ട് ആരാധിച്ച് നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കവും ഈ 3 ജ്ഞാനികൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ ബെൽത്താസർ എന്ന് പറയുന്ന വ്യക്തി അറേബ്യയിൽ നിന്ന് വന്നു. അദ്ദേഹം മീറയാണ് സമർപ്പിച്ചത്. മെൽക്കിയോർ എന്ന് പറയുന്ന ആള് പേർഷ്യയിൽ നിന്ന് കടന്നു വന്നു. അദ്ദേഹം സ്വർണമാണ് സമർപ്പിച്ചത്. കാസ്പർ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യയിൽ നിന്നാണ് കടന്നു വന്നു എന്നാണ് ചരിത്രം പറയുക. കുന്തിരിക്കമാണ് അദ്ദേഹം സമർപ്പിച്ചത്. ഓർക്കുക, പൊന്ന്, മീറ, കുന്തിരിക്കം. 3 സാഹചര്യങ്ങൾ യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് ഈ ജ്ഞാനികളായ വ്യക്തികൾ, അവർ രാജാക്കന്മാരാണെന്നും ചരിത്രം പറയുന്നുണ്ടെങ്കിൽ പോലും അവർ സമർപ്പിക്കുന്നത് 3 കാര്യങ്ങൾ. നിങ്ങൾ ഓർത്തുകൊള്ളുക, ഈ ലോക ചരിത്രത്തിൽ ഒരാൾ ജനിച്ചപ്പോഴും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പൊന്നെന്ന് പറയുക, യേശുക്രിസ്തു ശിശുവായ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ ജ്ഞാനികളിൽ ഒരാൾ പൊന്ന് സമർപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ആ വ്യക്തി ഒരു വിലയുള്ള വ്യക്തിയാണ്, അവനൊരു രാജാവാണ് എന്ന് വെളിപ്പെടുത്തത്തക്ക വിധത്തിൽ പൊന്ന് യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അവൻ രാജാവാണെന്ന് വെളിപ്പെടുത്തുവാൻ. രണ്ടാമത് നമ്മൾ കാണുന്നു മീറ. മീറ എന്ന് പറയുന്നത് ഒരു സുഗന്ധ ദ്രവ്യമാണ്. ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു വ്യക്തി മരിക്കുമ്പോൾ ശരീരത്ത് പുരട്ടുന്നതാണ് ഈ മീറ എന്ന് പറയുക. മീറ യേശുവിന് സമർപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അവൻ രാജാവാണെങ്കിലും അവൻ മരണത്തിലൂടെ കടന്നു പോകുമെന്നും ഈ ഈ സുഗന്ധദ്രവ്യം അവൻ്റെ മേൽ കടന്നു വരുമെന്നുമുള്ള ആ ഒരു വലിയ കാര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മീറ സമർപ്പിക്കുകയാണ്. അതുപോലെ മൂന്നാമത് കുന്തിരിക്കം. കുന്തിരിക്കം എന്ന് പറയുക ഇതിൻ്റെ സൗരഭ്യം മുകളിലേക്ക് ഇങ്ങനെ ഉയരുന്നതാണ്. ഈ ശിശു എന്ന് പറയുന്നത് ഒരു സാധാരണ ശിശുവല്ല, അവൻ്റെ ദൈവത്വം ലോകം മുഴുവൻ നിറഞ്ഞ് ഒരു സുഗന്ധം അല്ലെങ്കിൽ ഒരു പരിമളം പരത്തുന്നത് പോലെ, ആ കുന്തിരിക്കത്തിൻ്റെ ആ സൗരഭ്യം ലോകം മുഴുവൻ പടരുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുമെന്ന് വ്യക്തമാക്കുവാൻ ഈ 3 കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ
കുരിശുമരണം നടക്കുന്ന സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ കീറിമാറി, രണ്ടായി കീറിമാറി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, അല്ലെങ്കിൽ ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും അങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ മരണം, കുരിശുമരണം നടക്കുന്ന സമയം സംഭവിക്കുക. നിങ്ങൾ ഓർത്തു നോക്കുക, സൂര്യൻ അസ്തമിക്കുകയാണ്. യേശു ജനിക്കുന്ന സമയം ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു, ഒരു വെളിച്ചം കടന്നു വരുന്നു. ഈ ലോകത്തിൻ്റെ പ്രകാശമായവൻ ഈ ലോകത്ത് മരണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഓർത്തുകൊള്ളുക, ലോകം അന്ധകാരമായി, സൂര്യൻ ഇരുണ്ടുപോയി. ജെറുസലേം ദേവാലയത്തിൻ്റെ വിരി എന്ന് പറയുക 16 തരം തുണികൾ കൂട്ടി തുന്നിയ ഒരു തുണിയാണ്. എന്ന് വെച്ചാൽ ആ വിരി 16 തരം തുണികൾ കൊണ്ട് കൂട്ടി തുന്നിയതാണ്. ഇതൊന്ന് കീറണമെങ്കിൽ ഒരു സൈഡിൽ 3.5 ഹോഴ്സ് പവർ, ഒരു സൈഡിൽ 3.5 ഹോഴ്സ് പവർ, അങ്ങനെ 2 സൈഡിലും കൂടിയായി 7 കുതിരശക്തിയുള്ള മോട്ടർ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു വിരി നടുവേ ഇങ്ങനെ ഒന്ന് കീറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വിരി മുകൾ തൊട്ട് താഴെ വരെ കീറി മാറുമ്പോൾ ഓർത്തുകൊള്ളുക, സ്വർഗം നമുക്കായി ഒരു പുതിയ പാത അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ തുറക്കുകയാണ്. അതുപോലെ തന്നെ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, സൂര്യൻ അസ്തമിച്ചു, അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുകയാണ്. ഈ ലോക ചരിത്രത്തിൽ എത്രയോ പേര് മരിച്ചു കടന്നുപോയി, ലോകത്തെ കിടുകിട വിറപ്പിച്ചവർ മരിച്ചു കടന്നുപോയി. പക്ഷെ ഒരാൾ മരിച്ചപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല, ഒരാൾ മരിച്ചപ്പോഴും പാറകൾ പിളർന്നിട്ടില്ല, ഒരാൾ മരിച്ചപ്പോഴും എന്താ പറയുന്നത് ഇതുപോലെ ദേവാലയത്തിന്റെ വിരി രണ്ടായി കീറി മാറിയിട്ടില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഓർത്തുകൊള്ളുക, യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം എന്ന് പറയുക ഒരു അസാധാരണ സംഭവമാണ്. അത് ഈ ലോകത്തിൽ ഏറ്റവും വലിയ വേദനാജനകമായ ഒരു സംഭവമായി നമുക്ക് തോന്നിയാലും യേശുവിന്റെ കുരിശുമരണം മാത്രമാണ് ഈ ലോകത്തിൽ അനുഗ്രഹത്തെ നമുക്ക് തരിക. ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുന്നു, എൻ്റെ ഈ ഒരു ചെറിയ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, യേശുവല്ലാതെ മറ്റൊരു ദൈവം ഈ ലോക ചരിത്രത്തിൽ വന്നിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണമല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും തരികയില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ മുൻപിൽ എല്ലാ മുട്ടുകളും മടങ്ങണമെന്ന് സ്വർഗം തീരുമാനിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശു ക്രിസ്തുവിനപ്പുറമായി മറ്റൊരു ദൈവമില്ല, കുരിശുമരണത്തിനപ്പുറമായി മറ്റൊരു അനുഗ്രഹമില്ല. ഇനി നിങ്ങൾ നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു, ഒരുവൻ പോലും നശിച്ചു പോകരുത്. ഈ ലോക ചരിത്രത്തിൽ മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഒരാൾ പോലും നശിച്ചു പോകരുത് എന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ സ്വർഗം ലോകത്തിലേക്ക് അയക്കുക. ബൈബിൾ പറയുന്നു, അവനിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവം സ്നേഹമാ. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് കാൽവരിയിൽ വെളിപ്പെട്ടത്. നമുക്കായി തകർക്കപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവൻ പോലും, തൻ്റെ അവസാന തുള്ളി രക്തം പോലും നമുക്കായി യേശു ക്രിസ്തു നൽകി. നിങ്ങൾ നോക്കുക, 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാമത്തെ വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ക്രിസ്തു നമുക്കായി കാൽവരിയിൽ പാപപരിഹാര ബലിയിലൂടെ കടന്നുപോയി. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. കാൽവരിയിലാണ് യേശു ക്രിസ്തു പ്രകടിപ്പിച്ചത്. നമുക്കായി ഇന്ന് വരെ ഒരാൾ പോലും മരിച്ചിട്ടില്ല. നമുക്കായി യേശു ക്രിസ്തു മാത്രമാണ് മരിച്ചത്. ആ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കൊടുത്തേ മതിയാകൂ. സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു ദൈവമാണ് എന്നറിയാതെ പോകുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം. അതുകൊണ്ടാണ് സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം, ഈ സകല ലോകത്തിൻ്റെയും പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയാതെ പോകുന്നതും ആ യേശുവിനെ സ്നേഹിക്കാതെ പോകുന്നതുമാണ് ഈ ലോകത്തിലെ ഏക പാപമെന്ന് പറയുക. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് ഏക സത്യ ദൈവമായ അവിടുത്തെയും
അവിടുന്ന് അയച്ച ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്നും യോഹന്നാന്റെ സുവിശേഷം 17:3 വ്യക്തമാക്കുന്നു. ഈ ഒരു അറിവ്, ടു നോ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇറ്റേണൽ ലൈഫ് എന്ന് വെച്ചാൽ സ്വർഗം എന്ന് പറയുന്നത് ഒരു പ്ലേസ് അല്ല, സ്വർഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയണ്ട എന്ന് പൗലോസ് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, റോമാലേഖനം 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഏറ്റുപറയുന്നില്ലെങ്കിൽ, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ, കുരിശുമരണത്തെ തിരസ്കരിച്ചാൽ അപകടമാണ് എന്ന് ഇന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ 3 വാക്യങ്ങൾ എടുത്തു വെക്കുകയാണ്. വളരെ കൃത്യതയോടുകൂടി ഈ വചനത്തെ നിങ്ങളൊന്ന് ധ്യാനിക്കണം. ഹല്ലേലൂയ. കുരിശുമരണത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്ര നാം തുടങ്ങുകയാണ്. നിങ്ങൾ എടുത്തു നോക്കുക, എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 29-ാമത്തെ വാക്യം. വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കുക. ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, ദൈവപുത്രനെ യേശുക്രിസ്തുവിനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പൗലോസ് ചോദിക്കുക, യേശുക്രിസ്തുവിനെ പുച്ഛിച്ചു തള്ളുന്നവൻ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ അപമാനിക്കുന്നവൻ, അത് അങ്ങനെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുക കഠോരമാണ്. അത് വിവരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അറിഞ്ഞോ അറിയാതെയോ ഈ കുരിശുമരണത്തെ, യേശുക്രിസ്തുവിനെ അപമാനിക്കുകയോ പുച്ഛിച്ചു തള്ളുകയോ അതിന് കൊടുക്കേണ്ട വില കൊടുക്കാതിരിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. അതെത്ര കഠോരമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പോയിന്റ് നമ്പർ 1, കുരിശുമരണം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പുച്ഛിച്ചു തള്ളുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ വില കുറഞ്ഞു കാണുകയോ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അപകടമാണ് എന്ന് തിരിച്ചറിയുക. ഇനി അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണേ. ഒന്ന് നമ്മൾ കണ്ടു, ഇതിനെ അപമാനിക്കുകയോ പുച്ഛിച്ചു തള്ളുകയോ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാണ്, അപകടമാണ്, അതികഠോരമായ ശിക്ഷ. എന്നാൽ ഇത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, കുരിശുമരണം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സംഭവം ബൈബിൾ ഇങ്ങനെയാണ് വ്യക്തമാക്കുക. ഹെബ്രായ ലേഖനം 13:20 ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. ശ്രദ്ധിച്ചോണം. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകൾ കൊണ്ടും നിങ്ങളെ ധന്യരാക്കട്ടെ. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം, അവിടുത്തേക്ക് അഭികാമ്യമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ. അവൻ എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. എന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിൻ്റെ കുരിശുമരണം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും കൊണ്ട് ധന്യമാകട്ടെ എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. അത് ഈ ലോകത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിലും നിത്യജീവനിലും നമ്മുടെ അനുഗ്രഹത്തെ നൽകുമെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഓർക്കുക, കുരിശുമരണത്തെ തള്ളിയാൽ നഷ്ടം, കുരിശുമരണത്തെ ഏറ്റെടുത്താൽ അനുഗ്രഹം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീണ്ടും നിങ്ങൾ ഒരു വചനം കൂടെ ശ്രദ്ധിച്ച് നിങ്ങളിത് 3 വചനം കൂടെ കമ്പൈൽ ചെയ്ത് നിങ്ങളൊന്ന് പഠിക്കണം. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, തുറക്കേണ്ട ചില അകത്തെ ആ കണ്ണുകളെ തുറന്നുകൊണ്ട് നമ്മളൊരു സത്യത്തെ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കുരിശുമരണം എന്ന് പറയുക പെട്ടെന്ന് ഒരു ദിവസം കടന്നു വന്നതല്ല. എന്ന് യേശു കടന്നു വരുന്നത് പുതിയ നിയമത്തിലാണ്, കുരിശുമരണം കടന്നു വരുന്നതും പുതിയ നിയമത്തിലാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ കുറിച്ചുള്ള പ്രവചനം കടന്നു വരുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സ്വർഗം ഇത് കരുതി വെച്ചതാണ് യേശുക്രിസ്തു വരുമെന്നുള്ളതും കുരിശുമരണത്തിലൂടെ സകല മാനവരാശിയുടെയും പാപത്തെയും അല്ലെങ്കിൽ സകല ജനത്തിനും എതിരെ സാത്താൻ ഒരുക്കി വെച്ച സകല പദ്ധതികളെയും ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ തകർക്കുമെന്നുള്ളത് സ്വർഗം നേരത്തെ ഒരുക്കി വെച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ 3-ാമത്തെ അധ്യായത്തിലാണ് ആദ്യമായി എന്താ പറയുക, പാപം ഈ ലോകത്തിലേക്ക് കടന്നു വരിക. ആ സമയത്ത് തന്നെ ഈ പാപത്തിൻ്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ പാപത്തിനെതിരെ ദൈവം ഒരുക്കി വെച്ച പദ്ധതി യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ഉൽപ്പത്തി 3:14-15 സർപ്പത്തോട് സംസാരിച്ചുകൊണ്ട് എന്താ പറയുക, നീ ഇത് ചെയ്തതുകൊണ്ട് സകല കന്നുകാലിയുടെയിലും നീ ശപിക്കപ്പെട്ടവനായി തീരും എന്ന് വ്യക്തമാക്കി, നീ പൊടി തിന്നുമെന്നും ഒക്കെ പറഞ്ഞ് എന്താ പറയുന്നത്, ഒരു നമ്മൾ അതെല്ലാം നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം ഉൽപ്പത്തി 3:15 യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള പ്രവചനം കടന്നു വരിക. അതുകൊണ്ട് ഉൽപ്പത്തിയിലെ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണമായി മറിയത്തിൻ്റെ ഉദരം കടമെടുത്തുകൊണ്ട് സ്വർഗം തുറന്ന് യേശുക്രിസ്തു കുരിശുമരണത്തിലൂടെ പാപത്തെയും അതിലൂടെ ഈ ലോകത്തിൽ കടന്നു വന്ന സകല ശാപത്തെയും എടുത്തു മാറ്റുവാൻ ലോകത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ കുരിശുമരണത്തിനകത്ത് ദൈവം ചില അനുഗ്രഹങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ചില അനുഗ്രഹങ്ങളെ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ബൈബിൾ പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കും, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവന് ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്ത് യേശുക്രിസ്തു ഏറ്റെടുത്ത ഓരോ ശിക്ഷയും ഓരോ അടിയും അതെല്ലാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ രക്ഷയായി മാറി. അത് ഏറ്റെടുക്കുന്നവർക്ക് അതുപോലെ അവൻ്റെ മുറിവിനാൽ നമുക്ക്, അവൻ്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യം നമ്മൾ പ്രാപിച്ചു എന്നാണ് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പെട്ടെന്നൊരു ദിവസം ഇത് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴല്ല ഈ സൗഖ്യം ദൈവം നമുക്കായി ഒരുക്കി വെച്ചത്. 2019 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരിയിൽ തൻ്റെ കുരിശുമരണം നടക്കുന്ന സമയത്ത് തന്നെ ഈ സൗഖ്യം ഒളിപ്പിച്ചു വെച്ചതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളിത് ഏറ്റെടുക്കുമ്പോൾ അന്ന് നടന്ന സൗഖ്യത്തെ നമ്മൾ അങ്ങ് ഏറ്റെടുത്ത് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചു എന്ന ആ വചനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും. അതുപോലെ 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ! അവൻ്റെ മുറിവിനാൽ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഇത് പാസ്റ്റ് ടെൻസാ, എന്ന് വെച്ചാൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അവൻ്റെ മുറിവ്, കുരിശുമരണം നടക്കുന്ന സമയം അവൻ്റെ നെഞ്ചിൽ പടയാളി കുന്തം കൊണ്ട് കുത്തി. അവിടെ ആദ്യമുണ്ടായതൊരു മുറിവ്, അതിനുശേഷം അതിൽ നിന്നും രക്തം വന്നു. അതിൻ്റെ അവസാനം രക്തമില്ലാഞ്ഞിട്ട് രക്തത്തിൻ്റെ ബേസ് ഫോമായ പ്ലാസ്മ വെള്ളം പോലെ കടന്നു വന്നു. മുറിവ് സൗഖ്യത്തിന്, രക്തം പാപമോചനത്തിന്, വെള്ളം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സഭയുടെ തുടക്കം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യേശുവിൻ്റെ കുരിശുമരണം എന്ന് പറയുന്നത് അനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മളത് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. രോഗമാകട്ടെ, ക്യാൻസർ ആകട്ടെ, ട്യൂമറാകട്ടെ, ബാധ്യതയാകട്ടെ, എന്തുമാകട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യണമെന്നറിയാമോ? കുരിശിലേക്ക് സമർപ്പിക്കണം. സൗഖ്യം വേണോ? കുരിശിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെടുക്കണം. ബാധ്യതയാണോ? അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് തിരിച്ചെടുക്കണം. ഇതെല്ലാം ദൈവം കാൽവരിയിൽ കുരിശിൽ എന്താ പറയുക നമുക്കായി ഒരുക്കി വെച്ചു. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് എല്ലാം പൂർത്തിയായി, ഇനി നിങ്ങളത് ഏറ്റെടുത്താൽ മതി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. മാറായിലെ വെള്ളം മധുരമാക്കുവാൻ ഒരു തടിക്കഷ്ണം എടുത്ത് ആ വെള്ളത്തിലിട്ടപ്പോൾ അത് മധുരമായി മാറി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമാണോ, ക്യാൻസർ ആകട്ടെ, ബാധ്യതയാകട്ടെ, ട്യൂമറാകട്ടെ, എന്തുമാകട്ടെ, ഏത് പ്രതിസന്ധിയുമാകട്ടെ, കുരിശ്, ആ ഒരു കാൽവരിയിലെ കുരിശെടുത്ത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇടുക. അനുഗ്രഹമെന്ന് പറയുക കാൽവരിയിൽ നിന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്നത്തെ ദിവസം കുരിശു മരണത്തെ ഒന്ന് ഏറ്റെടുക്കുവാൻ,
അനുഗ്രഹത്തെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അമ്മയെപ്പോലെ പരിപൂർണ സമർപ്പണം നമുക്ക് കുരിശുമരണത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മറ്റൊരുവനിലും രക്ഷയില്ല എന്നും നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റെടുക്കാം. അതുകൊണ്ട് കണ്ണുകളെ അടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ സഭയോട് ചേർന്ന് ഈ ഒരു നോമ്പുകാലം ഒരു അനുതാപത്തിൻ്റെ, ഒരു തിരിച്ചുവരവിൻ്റെ, കുരിശുമരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹം ഏറ്റെടുക്കുവാൻ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.